ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഔട്ടിംഗ് ഉള്ളൊരു സൺഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് മീയും പിന്നെ ഔട്ടിങ്ങിന് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കുളിച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്ന മോയ്സ്ചറൈസറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാസ്ലിൻ്റെ മോയ്സ്ചറൈസറാണ്. വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ മോയ്സ്ചറൈസറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതപ്പോൾ ആദ്യം അതെല്ലാം മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെയും മോയ്സ്ചറൈസ് ആവട്ടെ എന്ന് കരുതി ആ ഒരു ഏരിയയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് കൊടുക്കുന്ന ലിപ് ബാമാണ്. ഞാനിവിടെ ജ്യൂസി ലിപ്സിൻ്റെ ലിപ് ബാമാണ്. ഞാനിവിടെ കോളേജിൽ ആദ്യമായിട്ട് വന്നപ്പോൾ തൊട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ലിപ് ബാമാട്ടോ. നല്ലൊരു ടിൻറ്റഡ് കളറും ഒരു പിങ്കിഷ് ടിൻറ്റഡ് കളർ നമ്മുടെ ലിപ്സിന് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം മോയ്സ്ചറൈസ് ചെയ്തിരിക്കുകയും ചെയ്യും നമ്മുടെ ലിപ്സ്. ഞാൻ ഒരു ടു ഇയേഴ്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ് ബാമാണ്. പുറത്ത് പോകുമ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സൺസ്ക്രീൻ ആണല്ലോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാമമിയാക്കിൻ്റെ സൺസ്ക്രീനാണ്. എനിക്കിതിൻ്റെ റിവ്യൂ പറയാനൊന്നും അറിയില്ല. ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 2-3 ദിവസമായതേ ഉള്ളൂ. സോ ഇതിന് കുറച്ച് ഒരു മാസത്തോളം യൂസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ റിവ്യൂ പറയാമേ. എൻ്റെ ഐബ്രോസിനധികം ഒരു ഡാർക്ക്നെസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലൈറ്റായിട്ട് മാത്രം. കാരണം എനിക്ക് ഒത്തിരി ഡാർക്കായിരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് മാത്രമാണ് കേട്ടോ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ക്യാമറയെ നോക്കി കണ്ണെഴുതാതെ നോക്കിയിട്ട് അത് പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കണ്ണാടി എടുത്ത് വെച്ചിട്ട് അത് നോക്കിയിട്ടാണ് കണ്ണെഴുതിയത്. എനിക്കിവിടെ ഓൾറെഡി ഒരു മാർക്കിങ്ങും ഒരു മുറിവിൻ്റെ പാടുള്ളതുകൊണ്ട് ആ ഏരിയ കുറച്ചൊന്ന് നല്ലോണം ഡാർക്ക് ചെയ്ത് കൊടുത്തേ. ഞാനിവിടെ കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്കിൻ്റെ ആ ഷെയ്ഡ് തന്നെ എടുത്തിട്ടാണ് കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ചെല്ലൊക്കെ ഇങ്ങനെ ചൊകച്ചൊകാതിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നാച്ചുറലി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വെച്ച് ബ്ലഷൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുടി കെട്ടി കൊടുക്കുകയാണ്. മുടി കെട്ടുമ്പോൾ ഞാൻ നോർമലി കെട്ടുന്നതെന്ന് പറയുന്നത് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും പോണിറ്റെയിലാട്ടോ. അപ്പോൾ പോണിറ്റെയിൽ കെട്ടിക്കൊടുക്കുകയാണ്. വെട്ടിയിട്ട മുടികളൊന്നും നമ്മൾ ഒരുങ്ങുന്ന സമയത്തൊന്നും ആവശ്യമുള്ളപ്പോൾ സാധനം കാണത്തില്ല കേട്ടോ. ഞാനിങ്ങനെ ചീകി ഇട്ട് കൊടുക്കുകയാണ്. എവിടെയാണ് ആ വെട്ടിയിട്ട മുടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പോണിറ്റെയിലൊക്കെ കെട്ടിയതിന് ശേഷം നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഗായ്സ്, ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിൽ കഴിയുമ്പോൾ അടിപൊളി ഷെയ്ഡാണ് ഗായ്സ്. ഇത് കളർ എസൻസിൻ്റെ മെറൂൺ മാജിക് ഷെയ്ഡാണ് ഗായ്സ്. അടിപൊളി ഷെയ്ഡാണ്. ഞാനങ്ങനെ മോസ്റ്റ്ലി ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഒരുപാട് അങ്ങനെ കളറ് ലിപ്സിലിരിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും റെഡി. ഞങ്ങൾക്ക് ഔട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന 9 മണിക്കാണെങ്കിലും ഞങ്ങൾ റെഡി ആയി ഇറങ്ങിയപ്പോഴത്തേനും 9:30 ഗായ്സ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓട്ടോയൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഇറങ്ങുന്ന ടൈമും കാര്യങ്ങളും നമ്മളുടെ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് വേണം നമുക്ക് പുറത്ത് പോകാൻ. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ എഴുതിയാലും അത് പുറത്ത് പോകാൻ പറ്റുന്നതെന്ന്. അതിനുശേഷം ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഔട്ടിങ്ങിന് ഞങ്ങൾ ആദ്യം പോയത് MGയിലോട്ടാണ്. ഞങ്ങളിവിടെ ചെന്നപ്പോഴത്തേനും ഷോപ്പൊക്കെ ഒന്ന് ഓപ്പണായി വരുന്നതേ ഉള്ളായിരുന്നു. അധികം ഷോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. സാധാരണയായിട്ട് അവിടെ കുറേ കുഞ്ഞു ഉന്ത് വണ്ടികളിൽ കുറേ ക്ലിപ്സും അങ്ങനെയുള്ള കൊച്ചു കടകളെല്ലാം കാണുന്നതാണ്. പക്ഷേ ഇന്ന് ഷോപ്പ് ആദ്യം തുറന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഷോപ്പിലോട്ടാണ് കയറിയത്. ഇവിടെ ഇഷ്ടം പോലെ ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാനായിട്ടും അടിപൊളിയായിട്ടുള്ള കുറേ ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ക്യൂട്ട് ബുദ്ധ എപ്പോഴും ഇങ്ങനെ തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ഒരുപാട് പാവയുടെ കളക്ഷൻസും ഉണ്ട് കേട്ടോ. പാവയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ഞങ്ങളാണെങ്കിൽ കുറേ കുഞ്ഞതാണെങ്കിലും പക്ഷേ ഞങ്ങൾ അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് ഞങ്ങൾ എട്ടിപ്പോയി കേട്ടോ. വലിയ ആ റാബിറ്റിൻ്റെ അതിന് 1150 ആണ് അവരതിന് റേറ്റ് പറയുന്നത്. പിന്നെ ഒരുപാട് ക്ലിപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ആ സോഫ്റ്റ് മെറ്റീരിയലുള്ള കുറച്ച് നല്ല കളക്ഷനുള്ള കുറേ ക്ലിപ്സ് ഞങ്ങളവിടെ കണ്ടേ. പിന്നെയും ഞാൻ ഈ സാധനത്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചില്ല ഗൈസ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് വേറെ കടയിലോട്ട് പോയി. സിയൻ്റെ പപ്പ ഹോസ്റ്റലിലേക്ക് പോയി. അവിടെ പിന്നെ ഞങ്ങൾ പോകുന്ന വഴി കണ്ടതാണ് ഈ ഒരു കാഴ്ച. ഈ
ഷോപ്പിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ പശുക്കൾ ചെന്ന് നിൽക്കുന്ന അവർ ഫുഡ് ഇവിടെ പശുക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന ഒരു ആചാരമാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് ഈ ഒരു കടയിലോട്ടാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഗേൾസിനെ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട് ഗൈസ്. ഇവിടെ കമ്മലാണെങ്കിലും ക്ലിപ്സ് ആണെങ്കിലും എല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അടിപൊളി ഷോപ്പായിട്ട് MG ഞങ്ങൾ കുറേ പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ കയറുന്നത്. ഇവിടെ ഗേൾസിനില്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. നമുക്ക് വേണ്ട എല്ലാ ഫാൻസി ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഈ ഷോപ്പിലുണ്ട് കേട്ടോ. അഫോർഡബിൾ റേറ്റുമാണ്. നമുക്ക് അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളാണ് എല്ലാ പ്രോഡക്റ്റ്സിനും. അടിപൊളി ഷോപ്പായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഔട്ടിങ് 2 മണി വരെ ആയതുകൊണ്ട് ഇനി ഒത്തിരി ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചിട്ട് നേരെ മാളിലോട്ട് പോയി. മാളിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലെങ്കിൽ തന്നെ ഔട്ടിംഗ് ഉള്ള സമയത്ത് ഞങ്ങൾ മാളിൽ പോയില്ല, ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ഞങ്ങൾ എന്തായാലും ഔട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആകെ ടയേർഡായി ഗൈസ്. അപ്പോഴാണ് നമുക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞത്. അങ്ങനെ കൊറിയർ എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി കേട്ടോ. ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാമേ.